ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ണിമാങ്ങ എങ്ങനെ അച്ചാറിടാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മാങ്ങ എന്ന് പറയുന്നത് കണ്ണിമാങ്ങയല്ല, ശരിക്കും നമ്മുടെ മാവിലെ മാങ്ങയൊക്കെ അതിച്ചിരി വലുതായിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോ എടുക്കാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ടേസ്റ്റ് എല്ലാം ഒരുപോലെ ഉള്ളൂ. പക്ഷേ ചെറിയ മാങ്ങയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ അത് ഉപ്പിലിട്ട് കഴിയുമ്പോൾ നമുക്ക് വേഗം അതിൻ്റെ ആ ചാറെല്ലാം ഇറങ്ങി നന്നായിട്ട് അത് ചുരുങ്ങി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചൊനയോട് കൂടിയിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ. പിന്നെ അതുപോലെ ഞാനത് കണ്ടോ, ഈ കുപ്പിയിൽ വെച്ചിരിക്കുന്നത് 2 ആഴ്ച കൂടുതലായ കണ്ണിമാങ്ങയാണ്. ആക്ച്വലി അത് കണ്ണിമാങ്ങയല്ല, കുറച്ചുകൂടെ വലിയ മാങ്ങ ആയതുകൊണ്ടാണ് അത് അത്രയും ചുരുങ്ങി വരാനായിട്ട് സമയമെടുത്തത്. പക്ഷെ എങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ പിച്ചി വെച്ചിരിക്കുന്ന മാങ്ങ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള പൊടി, എന്തെങ്കിലും ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണം. പക്ഷെ അതിൻ്റെ ആ ഒരു ചൊന കളയാൻ നിൽക്കണ്ട. അതല്ലാണ്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഒരു ചില്ലുകുപ്പിയോ അല്ലെങ്കിൽ ഒരു ഭരണിയോ എടുത്തിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ നമുക്ക് കണിമാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ അച്ചാറിടുമ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കിളിച്ചുണ്ട മാമ്പഴമാണ്, നല്ല പുളിയാണ് പച്ചയ്ക്ക് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു അച്ചാറിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ മാങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കുക, വീണ്ടും വീണ്ടും അങ്ങനെ മാങ്ങ ഇടുക, ഉപ്പിടുക, അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പ് കല്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപ്പായാലും, അതായത് ഉപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫുൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പിട്ട് നമ്മൾ അടച്ച് മാറ്റി എവിടെയെങ്കിലും അഴുക്കൊന്നും ആവാണ്ട് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ആ കുപ്പി, അത് ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമേ നമുക്കിതിന് ആവശ്യമുള്ള കടുകും ഉലുവയും നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഒരുപാട് പൗഡർ ആക്കാൻ പാടില്ല. പിന്നെ ഇതിന് ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ കായപ്പൊടി. നമ്മളിവിടെ മുളക് പൊടി എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയും പിന്നെ അല്ലാണ്ട് ഇച്ചിരി എരിവുള്ളതുകൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കായം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ഉപ്പിലിട്ട ആ മാങ്ങ അത് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ആ ചാറും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ആ കണിമാങ്ങ ഇട്ടപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം പിന്നെ നിങ്ങൾ ഉപ്പിട്ടാൽ മതിയാവും. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുവും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിലെടുത്തിട്ടുള്ള മുളക് പൊടി ആയാലും കായമായാലും ഞാൻ എടുത്തിട്ടുള്ള മാങ്ങയുടെ അനുസരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാങ്ങയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പൊടി, അതായത് എത്രത്തോളം തിക്നെസ് നിങ്ങളുടെ ആ ഒരു ചാറിന് വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പൊടി ഇട്ടാൽ മതിയാവും. അടുത്തത് നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നമ്മുടെ ആവശ്യത്തിന് ആദ്യം നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുക. ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല, എന്നാലും ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാവുക. ചൂടായ ശേഷം നമ്മുടെ ആ എടുത്തു വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങയിൽ ഒന്ന് തണുത്തിട്ട് വേണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടെ എടുത്ത് ഒഴിക്കരുത്. ആ നല്ലെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായ ശേഷം അതിനെ നമ്മൾ തണുപ്പിക്കാൻ വെക്കുക. തണുത്ത ശേഷം നമ്മൾ അതിനെ എടുത്ത് നമ്മൾ ഇട്ട് വെച്ച അച്ചാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ആ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച് നല്ലെണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല സ്പൈസി വേണ്ട ആൾക്കാർക്ക് ആ മുളക് പൊടി ഇട്ട സമയത്ത് ഇച്ചിരി കൂടുതൽ ഇടാമെങ്കിൽ ആ ഒരു കണ്ണിമാങ്ങ അച്ചാറിന് നല്ല എരിവുണ്ടാവും. പക്ഷെ ഇത് നോർമലാണ്, ഒരുപാട് എരിവില്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നുകയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഉടനെ അത് എടുത്ത് കഴിക്കാൻ പാടില്ല. അതിൻ്റെ ആ ചാറിൻ്റെ ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് ആവശ്യത്തിന് എന്താ വേണ്ടതെന്നുള്ളത് ചേർത്താൽ മതിയാവും. കണ്ണിമാങ്ങ നമ്മൾ ഉടനെ കഴിക്കേണ്ട, അത് നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ട് അതൊരു 2 ആഴ്ച, അത് എത്രത്തോളം ഇത് ഇരുന്ന് പഴകുന്നു അത്രത്തോളം ഈ കണ്ണിമാങ്ങ അച്ചാറിന് ടേസ്റ്റാണ്.
പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച ടൈം ഉണ്ടല്ലോ, ഈ ടൈമിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ബോട്ടിൽ ഷേക്ക് ചെയ്യാനേ പാടുള്ളൂ, അല്ലാണ്ട് അതിനകത്ത് തുറന്ന് അതിൽ നിന്ന് എടുത്ത് കഴിക്കാനൊന്നും പാടില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂപ്പൽ വീഴും, അതിനകത്ത് ഇങ്ങനെ ഫംഗസ് വരും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാണ്ട് നമ്മൾ ആ അച്ചാറിടുന്ന ടൈമിൽ മാത്രം അത് തുറക്കാൻ നിൽക്കുക. ഇനിയിപ്പം ഒരു ഭരണിയോ അല്ലെങ്കിൽ ഒരു ചില്ല് കുപ്പിയോ എടുക്കുക. ഞാനിവിടെ ഒരു ചില്ല് കുപ്പിയോ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ച അച്ചാർ ഫില്ല് ചെയ്ത ശേഷം നല്ലെണ്ണ ചൂടാക്കി അത് തണുത്ത ശേഷം നിറയെ, അതായത് 1 ഇഞ്ച് ഹൈറ്റ് പൊങ്ങി നിൽക്കണം. നമ്മൾ ആ നല്ലെണ്ണ നമ്മുടെ ആ അച്ചാറിൻ്റെ മുകളിൽ 1 ഇഞ്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ നല്ലെണ്ണയ്ക്കകത്താണ് ഈ കണ്ണിമാങ്ങ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എത്ര വർഷം ഇതിങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും ചീത്തയാവാതെ ഇങ്ങനെ കിടന്നോളും. അതുപോലെ തന്നെ ഇത് ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റും കൂടും. നല്ല ടേസ്റ്റാണ്, കഴിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണിമാങ്ങയോ മാങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.